അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വീണ്ടും ഒരു ഗെയിമിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിന്ന് കളിക്കാൻ പോകുന്ന FC25, അതായത് ഫുട്ബോളിൻ്റെ 2025 നമ്മൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ടീം സെലക്ട് ചെയ്തെങ്കിൽ നമ്മൾ യൂറോപ്യൻ ചാമ്പ്യൻ കപ്പാണ് കളിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മളിതിൽ ടീം സെലക്ട് ചെയ്തേക്കുന്നത് മാഡ്രിഡാണ്, അതായത് റിയൽ മാഡ്രിഡ് ഫാൻസ് കമൻറ്റ് ബിലോ. റിയൽ മാഡ്രിഡാണ്. ഞാൻ ഇതിന് മുമ്പ് കുറേ നാളുകൊണ്ട് ഞാൻ കളിക്കുകയാണ്. മുമ്പ് ഞാൻ കളിച്ചത് ലിവർപൂൾ ആണ്. അതിൽ നമുക്ക് യൂറോപ്യൻ ചാമ്പ്യനിൽ കപ്പെടുത്ത്. ഇനി ഇത് കളിക്കണം, നമുക്ക് മാഡ്രിഡ് വൈറ്റ് ഫസ്റ്റ് നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും നമ്മളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഗൈസ്, എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ എൻ്റെ അനിയത്തിയുമുണ്ട്. ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, മാഡ്രിഡ് വൈറ്റും ലണ്ടൻ വൈറ്റുമാണ് കളി. ഓക്കെ, മാഡ്രിഡ് വൈറ്റ് പ്ലെയേഴ്സ് ഞാൻ കാണിച്ചു തരാം. മെയിൻ പ്ലെയേഴ്സ് ഉണ്ട്. ഈ ബ്ലാക്ക് കളറിലുള്ളതൊക്കെ മെയിൻ പ്ലെയേഴ്സാണ്. മറ്റേതൊക്കെ എന്തോന്ന് സാധാ നോർമൽ പ്ലെയേഴ്സ്. ബ്ലാക്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ട്, എംബാപ്പെ ഉണ്ട്, ബെല്ലിംഗം ഉണ്ട്, റോഡ്രിഗോ ഉണ്ട്, റുഡീഗർ ഉണ്ട്, മോഡ്രിക് ഉണ്ട്. പിന്നെ നമ്മളെ ഗോളി കീപ്പർ അത് വേറെ ആളാണ്, കർട്ടിയോസ്. പിന്നെ അതേപോലെ തന്നെ ബാർവേഡും ഉണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് കളിക്കാം. യെസ്, ഞാൻ പറയുന്നത് ക്ലിയർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചെറിയൊരു ഇതിൻ്റെ എന്തോന്നു ഇതിലെ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ കാണും. അപ്പോൾ എന്തായാലും നമ്മൾ കളിക്കാം. ഓക്കെ യെസ് ഗൈസ്, ഗെയിം തുടങ്ങിയിട്ടുണ്ട്. ഇത് ലീഗ് ഫേസ് റൗണ്ട് 2 ആണ്. റൗണ്ട് ഫുള്ള് 8 എണ്ണം ഉണ്ട്. 8 എണ്ണം കഴിയുമ്പോൾ സെമി ഫൈനൽ 1/4 കയറും, 2/4, 3/4, പിന്നെ 4/4, പിന്നെ ഫൈനൽ. അങ്ങനെയാണ് ഗൈസ്. ഇപ്പോൾ നമ്മൾ ലീഗാണ് കളിക്കുന്നത്. ഇതാണ് നമ്മളെ ടീം. ലണ്ടൻ വൈറ്റിൻ്റെ ടീം ഇതാണ് ഗൈസ്. അവർക്ക് ഒരു ബ്ലാക്ക് പ്ലെയേഴ്സ്, നമുക്ക് 5-6 ബ്ലാക്ക് പ്ലെയേഴ്സ് ഉണ്ട്. ഗൈസ്, നമ്മളാണ് തുടങ്ങുന്നത്. എംബാപ്പയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് പാസ്. ഗൈസ്, കളിക്കുമ്പോൾ ചിലപ്പോൾ വലിയ സൗണ്ടൊന്നും കാണൂല. ഓക്കെ ഗൈസ്, ഫസ്റ്റ് തന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്നു. ഓ, ഗോൾ കീപ്പർ പിടിച്ചു ഗൈസ്. പാസ് അടിച്ചെടുത്താണ് ഗൈസ്. ഓ ഷൂട്ട്. ഗൈസ്, നല്ല ചാൻസ് ആയിരുന്നു, കളഞ്ഞു. നമ്മളെ ഇതിവിടെയാണ്, ഇത് നമ്മളെ ത്രോയിനല്ലേ. ഓക്കെ, ത്രോയിൻ ബാക്ക്. ഓക്കെ ഗൈസ്. ഓ യെസ്, ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മളുടെ മാഡ്രിഡ് വൈറ്റിലെ ബാർവേഡ് ആണ് ഫസ്റ്റ് ഗോൾ അടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കളിയിലേക്ക് പോവാം. ഗൈസ്, റീവാണെങ്കിൽ കണ്ടോ, ഫസ്റ്റ് നമ്മൾ ഒരു പാസ് കൊടുത്ത് അത് ഡിഫെൻഡ് ചെയ്ത് അത് ക്രിസ്ത്യാനോ റൊണാൾഡോയിൽ നിന്ന് നേരെ ബാർവേഡിൽ അങ്ങനെയാണ് കിക്ക് ഓഫ് ചെയ്തത്. ഓക്കെ ഗൈസ്, അടുത്ത സ്റ്റാർട്ടിങ്. ഗൈസ്, എംബാപ്പ ബോൾ എടുത്തിട്ടുണ്ട്. നമുക്ക് സ്പീഡ് കൂട്ടാം. ഗൈസ്, രണ്ടാമത്തെ ഗോൾ. എനിക്ക് തോന്നുന്നു ഈ കളി നമ്മൾ ജയിക്കും, കാരണം ബ്ലാക്ക് പ്ലെയേഴ്സ് കൂടുതലാണ്. പക്ഷേ ചിലപ്പോൾ അടുത്ത കളിയിൽ നമുക്ക് ബ്ലാക്ക് പ്ലെയേഴ്സിന് എടുക്കാൻ പറ്റില്ല. ഇതാണ് എംബാപ്പെ. ആണെങ്കിൽ കണ്ടോ ഗൈസ്. യെസ്, ദാറ്റ്സ് ദ ഗോൾ. പിന്നെ സ്റ്റാർട്ടിങ് ഗൈസ്, ഇത് ഫസ്റ്റ് ഹാഫാണേ. ഫസ്റ്റ് ഹാഫ് ആവാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഫൗൾ. ആരുടെയാണ് ഫൗൾ? എനിക്ക് തോന്നുന്നത് അവരുടെയാണ് ഫൗള്. ഓക്കെ, അപ്പം നമുക്കാണ് ബോൾ. നമുക്ക് എവിടെ പാസ് ചെയ്യാം? ടൈമില്ല. ഓക്കെ ഗൈസ്. ഓ എംബാപ്പേ, കമോൺ. ഓക്കെ ഗൈസ്, ബോൾ എടുക്കാൻ പറ്റിയിട്ടില്ല നമുക്ക്. ഓക്കെ ഗൈസ്, ബോൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അവൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ഓ ഗൈസ്, ബോൾ എംബാപ്പ എടുത്തിട്ടുണ്ട്. നേരെ റണ്ണിങ് ആണ്. യെസ്, ഇറ്റ് വിൽ ബി എ ഗോൾ, ഐ തിങ്ക് സോ. ഷൂട്ട്. മൂന്നാമത്തെ ഗോൾ ബൈ എംബാപ്പെ. ഗൈസ്, നല്ലൊരു കളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ടൈമിംഗ് ഉണ്ട്, ടൈമിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പാസ് ചെയ്യാനുള്ള ഷൂട്ടുണ്ട്, പിന്നെ ഡ്രിബിളിംഗ് ഉണ്ട്, പിന്നെ സ്പ്രിൻ്റ് ആൻഡ് സ്കില്ല് ആണെങ്കിലുള്ള സ്പീഡ് കൂട്ടാനുള്ളതാണ് ഗൈസ്. ഇവിടെ ഇത്രയുണ്ട്. സ്ലൈഡ് ഉണ്ട്,
സ്ലൈഡ് എന്ന് വെച്ചാൽ നമുക്ക് അവരെ കയറി സ്ലൈഡ് ചെയ്യാൻ ഇങ്ങനെ ഇങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റും ഗൈസ്. ഉണ്ടോ? അതാണ് സ്ലൈഡ്. ഓക്കെ ഗൈസ്, ബോൾ പോയി. ഓക്കെ ഗൈസ്, ക്രിസ്ത്യാനോ റൊണാൾഡോ പാസ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ബോൾ പോയി. യെസ്, ഇറ്റ്സ് എ ഫൗൾ. അതുകൊണ്ട് നമുക്ക് ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. ആളില്ലല്ലോ ഇവിടെ ഒന്നും, ആൾക്കാരില്ല. നമുക്ക് ഡയറക്റ്റ് അടിച്ചു പോകാം, ചിലപ്പോൾ ഗോൾ കയറിയാലോ. ഇല്ല, ബോൾ എടുക്കാൻ പറ്റൂലെന്നാണ് തോന്നുന്നത്. എന്തായാലും നമ്മൾ ജയിക്കും. 0-1, 0-2-3 ആണ് ഇപ്പോൾ നമ്മൾ. പിന്നെ കുഴപ്പമില്ല. ഓക്കെ, നമുക്കിനി സൈഡിൽ നിന്ന് കയറണം ഗൈസ്. കാരണം അവർ സൈഡിൽ നിന്ന് നല്ല ഡിഫൻഡ് ഉണ്ട്. ഇതാ എക്സ്ട്രാ ടൈം കിട്ടിയിട്ടുണ്ട് ഗൈസ്. 10 മിനിറ്റാണ് ടൈമിങ്. യെസ്, ക്രിസ്ത്യാനോ, കമോൺ. യെസ്, ക്രിസ്ത്യാനോയുടെ ഒരു ഗോൾ കയറിയിട്ടുണ്ട് ഗൈസ്. ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻസ് കമൻറ്റ് ബിലോ. ഓക്കെ, നമ്മളിപ്പോഴത്തേക്ക് ഫസ്റ്റ് ഹാഫ് തീരാറായി. കാരണം ടൈമിങ് അവർ എക്സ്ട്രാ ടൈം തന്നിട്ടുണ്ട്. +10 തന്നിട്ടുള്ളത് എക്സ്ട്രാ ടൈം. ഫൗൾ ബ്രോ, ഇറ്റ്സ് എ ഫൗൾ. ഓക്കെ, അവർ ഫൗൾ വിളിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, 4ാമത്തെ ഗോൾ. മോനെ, ഇത് എപ്പോഴും കളിക്കുന്ന ഗെയിമായതുകൊണ്ട് കുറേ അതിൻ്റെ അനിയത്തി പറഞ്ഞാണ് ഗൈസ്, ഇത് ഞാൻ എപ്പോഴും കളിക്കുന്ന ഗെയിമാണ്, അവർക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഡോണ്ട് കെയർ. യെസ് ഗൈസ്, ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഇതെടുക്കാം. നമുക്കിനി സബ് ഇറക്കാൻ വേണമെങ്കിൽ, പക്ഷെ നല്ല പ്ലേയേഴ്സ് തരില്ല. അപ്പോൾ നമ്മൾ ഗോൾ അടിച്ചിരിക്കുന്നത് ബാർവേർഡാണ്, എംബാപ്പെ, ക്രിസ്ത്യാനോ, പിന്നെ മെൻഡിയോ അങ്ങനെ എന്തോ. ഓക്കെ, അതെനിക്ക് അറിഞ്ഞൂടെ. ഇത്തരം സബ് പ്ലെയേഴ്സാണ് നമുക്കുള്ളത്. ഇത്തരം സബ് പ്ലെയേഴ്സ് ഇനി ഇരിപ്പുണ്ട്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത്, പക്ഷേ ഒരു ആൾക്കാർ പോലും നമ്മളെ ഗോൾ കീപ്പറിൻ്റെ അടുത്ത് പോലും. അതുകൊണ്ട് നമ്മൾ നമുക്ക് ഫയർ റേറ്റിംഗ് ഉണ്ട് ഗൈസ്. സബ് റോൾ മാറ്റണം അടുത്തത് ഗൈസ്. നമ്മളിത് ഫുള്ള് എപ്പിസോഡ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്. എൻ്റെ ചാനലിൻ്റെ പേര് ഗോജോറ്റ് ആമിസ്. ഓക്കെ, അതിൽ കയറിയാൽ മതി, നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. ഫൗൾ അവിടെ ഇതെന്ത്, അവർ ഫൗൾ വിളിക്കാത്ത. ഓക്കെ, എന്താ കുഴപ്പമില്ല ഗൈസ്, നമ്മൾ 3 0 അല്ലേ. ലണ്ടൻ വൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര കളിക്കാരാണ് അവന്മാർ, പക്ഷേ മാഡറിനെ തോൽപ്പിക്കാൻ പറ്റില്ല. ബെലിംഗം ഈസ് ഓൺ ബ്രോ, ബെലിംഗം ഈസ് ഓൺ. ഫൗൾ. യെസ്, ഐ തിങ്ക് വി വിൽ ഗോട്ട് എ ഫ്രീ കിക്ക്. യെസ്, കിട്ടിയിരിക്കുന്നു ഗൈസ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കാം, ഗോൾ ചിലപ്പോൾ കയറും, അത്രേ ഉള്ളൂ. അത് നമ്മൾ അങ്ങനെ അടിക്കുമ്പോൾ ഗോൾ കീപ്പർ ഇങ്ങനെ ചാടുമ്പോഴത്തേക്ക് കൈ തട്ടി ബോളാക്കി പോകും. അതെനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അടിച്ചത്. യെസ്, ബെലിംഗം ഈസ് കമ്മിങ് ഓൺ. അവിടെ നമ്മളെ ഗോൾ കീപ്പർ അവിടെ വെറുതെ നിൽക്കുകയാണ്, കളി കണ്ടുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മളെ മാക്സിമം ഗോളെന്ന് വെച്ചാൽ 5 ആണ്. പിന്നെ മിനിമം ഗോളെന്ന് വെച്ചാൽ 5 ആണ്. മാക്സിമം നമ്മളെ 7 ആണ്. ഒരു കളിയിൽ നമ്മൾ 7 ആക്കി ഗൈസ്. അപ്പോൾ നമ്മളെ ടൈം 62.48 ആണ് ഗൈസ് ടൈം ആയിരിക്കുന്നത്. നമുക്കൊരു ഗോളും കൂടെ അടിക്കണം, എങ്കിലേ നമുക്ക് മിനിമം എത്താൻ പറ്റും. ഷിറ്റ് ഗൈസ്. ഓക്കെ, നമ്മൾ ബോൾ പിന്നെ എടുത്തിട്ടുണ്ട്. റൊഡീഗോ. ഇപ്പോൾ ബോൾ ഇരിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കയ്യിലാണ്. ഓക്കെ, നമുക്ക് അതിൽ നിന്ന് മാറ്റണം. എന്നിട്ട് നമുക്ക് റൊഡീഗറിന് ത്രോയിന് ഗൈസ് ഉമ്മാരെ കാണാം. കാരണം ഗൈസ് ബോൾ എടുക്കുമ്പോൾ കറക്റ്റ് തിരിച്ച് പോകണം ഗൈസ്, അതാണ് പ്രശ്നം. ഒരു ബോളും കൂടെ അടിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു, എങ്കിൽ പിന്നെ വേറെ പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് മിനിമം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ജയിച്ചാൽ മതി, ഇത്രേ ഉള്ളൂ. ബോൾ അടിച്ച് കളഞ്ഞിട്ടുണ്ട് ഗോളി കീപ്പർ പിടിച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, പോർട്ടോ എന്ന് പറഞ്ഞ അവനാണ് ഗോളി കീപ്പർ പാസ് കൊടുത്തേക്കുന്നത്.
നമുക്ക് സ്ലൈഡ് അടിച്ച് ആരെങ്കിലും തള്ളിയിടാൻ പറ്റും നോക്കാം. ഫൗൾ ഒരു പ്രശ്നമാണ്, അത് വേറെ. ഓ ഡിഫൻസ് ഗൈസ്, ഡിഫൻസ് പോയിരിക്കുന്നു. യെസ്, അവന്മാരെ ഗോൾ അടിക്കാൻ സമ്മതിക്കല്ലേ. നമുക്കൊരു ഗോൾ അടിച്ചു കൊടുത്താലോ? വേണ്ട ഗൈസ്, പിന്നെ അവന്മാർക്ക് ഭയങ്കര അഹങ്കാരമായിരിക്കും, അതുകൊണ്ട് വേണ്ട. ഓ എംബാപ്പെ എംബാപ്പെ എംബാപ്പേ, ഷിറ്റ്, വാട്ട് ദ ഹെൽ ഗൈസ്, നല്ല ചാൻസ് ആയിരുന്നു, മിസ് പാസ്. ഓക്കെ ഗൈസ്, നമുക്ക് 90 ആയിട്ടുണ്ട് ടൈം. ആഡഡ് ടൈം കിട്ടിയിട്ടുണ്ട്, +4 ആണ് ഗൈസ് ആഡഡ് ടൈം. എന്തായാലും ഇനി ഒരു ഗോൾ അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ടൈം പെട്ടെന്ന് പോകും ഗൈസ്, അതാണ് ഇതിൽ ഒന്നാമത്തെ പ്രശ്നം. ടൈം പോണ വഴിയായിരുന്നു കേട്ടോ. ഓക്കെ, ബെല്ലിംഗം മിസ്. ഓ കളി ചേർന്നു ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കുന്നു. ഓ ഗൈസ്, നമുക്ക് ഒരു ഇതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഒരു പാർട്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് ലീഗ് ഗൈസ്. നമ്മൾ 6 ആയോ ഗോള്? അറിഞ്ഞില്ല ഗൈസ്. ഓക്കെ, നമ്മൾ മിനിമം പാക്സ് ചെയ്തിട്ടുണ്ട്. മിനിമം മാക്സിമം എത്ര? ഒരു ഗോളും കഴിച്ചാൽ മാക്സിമം ആയനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഒരു കളിയും കൂടി ഇതിൽ കാണാം, കാരണം കളിക്കാം. അടുത്ത ഏതായിട്ടാണ് കളിയെന്ന് നോക്കാം. ഇപ്പോൾ മാഡ്രിഡും ലണ്ടൻ വൈറ്റും കളിച്ചാൽ 6-0 ആണ്. ഇത് റൗണ്ട് 2 ആയിരുന്നു, അടുത്ത റൗണ്ട് 3 ആയിരിക്കും. റൗണ്ട് 3ൽ ഏത് ടീമാണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഏതോ ഒരു ടീമാണ് ഗൈസ്. നോക്കാം. ബെർഗാമോ എന്ന് പറഞ്ഞൊരു ടീമാണ് ഗൈസ്. അതായത് ലീഗ് ഫേസ് റൗണ്ട് 3. നമ്മളെ ജേഴ്സി എവയാണെന്ന് തോന്നുന്നു. ഓ ഗൈസ്, എവയാണ് ഇട്ടേക്കുന്നത്, എവേ ജേഴ്സിയാണ് ഇട്ടേക്കുന്നത്. എവയുടെ ജേഴ്സിയാണ് ഗൈസ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ കളിയിലോട്ട് പോകാം. ഇതിൽ ജയിക്കുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, ഈ പ്ലെയേഴ്സിനെ മതി ഗൈസ്. ഗോളി കീപ്പറിന് വേണമെങ്കിൽ റിയലി ഗോളി കീപ്പറാണ്, പക്ഷെ നമുക്ക് കളിക്കിറക്കാൻ പറ്റുമോ? അവനെ കളിക്കിറക്കാൻ പറ്റും. നമുക്ക് വേറൊരു ഗോളി കീപ്പറിനെ ഇവിടെ വെച്ചിടണം. പക്ഷെ റിയലി ഗോൾ കീപ്പറാണ്, എങ്കിലും ഒരു ചാൻസ് കളിച്ചോട്ടെ. നമുക്ക് അടുത്ത എന്തോന്ന് ഇത് എന്തോന്ന് ഹാഫ് ടൈമിൽ സബ് റോൾ ഇറങ്ങാം. സബ് റോള് പെനാൽറ്റിയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. എന്നിട്ട് അതെല്ലാം ചേഞ്ച് ചെയ്യണം, കാരണം എല്ലാവർക്കും ഓരോ ഓപ്ഷൻ വേണ്ടേ. കാരണം നമ്മൾ എതിർ ടീം, ഇതാണ് നമ്മളുടെ ടീം. ഓക്കെ, ഇതാണ് അവരുടെ പ്ലാൻ മാച്ച്. ഇത് നമ്മളുടെ. നമുക്ക് 1 2 3 4 5 6 7 ബ്ലാക്ക് പ്ലെയേഴ്സ് ഉണ്ട് ഗൈസ്. കളി തുടങ്ങിയിട്ടുണ്ട്. എംബാപ്പെ ഫസ്റ്റ് തന്നെ ബോൾ എടുത്തിട്ടുണ്ട്, ബോൾ കയ്യിൽ നിന്ന് പോയിട്ടുമുണ്ട്. ഓക്കെ, ഓ ഷൂട്ട് എടുത്താൽ ഉള്ള മെയിൻ പ്രശ്നം ഇതാണ് ഗൈസ്. അവന്മാർ വന്ന് ബോൾ എടുത്തിട്ട് കളയും, നമുക്കിവിടെ റോളില്ല. യെസ്, ഐ സ്റ്റീൽ ഇറ്റ്. ത്രോ അവരുടെയാണ്. നമ്മൾ പിന്നെയും തുടങ്ങിയിട്ടുണ്ട്, കളി പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഓ ഫൗൾ, ഞാൻ തന്നെ ഫൗൾ ചെയ്തത് ഗൈസ്. ഞാൻ സ്ലൈഡ് അടിച്ച് ഇവന് യെല്ലോ കാർഡ് ഇട്ടിട്ടുണ്ട്. അവർക്ക് ഫ്രീ കിക്ക്. നമുക്ക് എങ്ങനെ ബോൾ എടുക്കണം? ഒരു ഗോളെങ്കിലും അടിച്ചിരിക്കണം. നമ്മളെന്തോന്നു ഇത് ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാ. വാള് ക്യാച്ച്. വാ, വാട്ട് എ ക്യാച്ച്. കോർണർ കിക്ക് ഗൈസ്, അവന്മാർക്കാണ്. അപ്പോൾ നമുക്ക് ഇതടിച്ച് കളയാം. ഷൂട്ട്. ഓക്കെ, എംബാപ്പെ കമോൺ. എംബാപ്പെ ഫോർവേഡാണ് ഗൈസ്, അതാണ് എപ്പോഴും ഫ്രണ്ടിൽ നിൽക്കുന്നത്, ഫോർവേഡ് ആയതുകൊണ്ടാണ്. യെസ്, ഫസ്റ്റ് ഗോൾ. യാ ബ്രോ, ഫസ്റ്റ് ഗോൾ നമ്മളങ്ങനെ അടിച്ചിരിക്കുന്നു. ഓക്കെ, നമ്മൾ അടുത്ത കളിയിലേക്ക് പോകുന്നു. ഓക്കെ ഗൈസ്. ഗൈസ്, എനിക്ക് ബോൾ എടുക്കാൻ കുറച്ച് ട്രെയിനിങ് വേണ്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഗൈസ്. പാസ് കൊടുക്കുന്നില്ല. ഓക്കെ, നമ്മളെ ത്രോയിനാണ് ഗൈസ്, ബിക്കോസ് അവൻ്റെ കാല് തട്ടിയാണ് പുറത്ത് പോയത്. യെസ്, എംബാപ്പെ കമോൺ. എംബാപ്പെ. യെസ്, ക്രിസ്ത്യാനോ ഗൈസ്, മൈ ഫേവറേറ്റ് ഫുട്ബോൾ പ്ലെയർ
as none. ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞില്ല, ക്രിസ്ത്യാനോയുടെ ഗോള്. ഗൈസ് റിയലി നമുക്കിതിൻ്റെ പേര് മാറ്റാൻ പറ്റും, അങ്ങനെ മാറ്റാൻ. അല്ലാതെ റിയലി ഇതിൽ ക്രിസ്ത്യാനോ റിയൽ മാഡ്രിഡിലാണ് ക്രിസ്ത്യാനോ കളിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ റിയൽ മാഡ്രിഡിൽ എംബാപ്പെ അവരൊക്കെ റിയൽ മാഡ്രിഡിൽ കളിക്കുന്നത്. അപ്പോൾ റൊണാൾഡോ അൽ നസറിലും മറ്റേതിലൊക്കെ പോയില്ലേ ഗൈസ്. നെക്സ്റ്റ് ഫൗൾ. ബെല്ലിംഗത്തിന് ഒരു യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫൗള് കാണിക്കണം. പക്ഷേ ഗൈസ് എൻ്റെ ബെല്ലിംഗം, റോഡ്രിഗോ എല്ലാവരും തള്ളിയിടും ഗൈസുമാർ, എന്നിട്ട് ഇഞ്ചുറി ആവും. അപ്പോഴത്തേക്ക് എനിക്ക് വേറെ പ്ലെയേഴ്സ് ഇല്ല, അതായത് ബ്ലാക്ക് പ്ലെയേഴ്സ്, അതായത് നന്നായി കളിക്കുന്ന പ്ലെയേഴ്സ് എനിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അങ്ങനെ കളിക്കാത്തത് ഗൈസ്. ഹാഫ് ടൈം ആയില്ല. എംബാപ്പേ ഗോള്. എംബാപ്പേ നാണം കേട്ടിരിക്കുന്നു. എംബാപ്പെ ഗോളടിച്ചില്ല, നമുക്ക് അവനെ തള്ളിയിടാനും പറ്റിയില്ല. ഷിറ്റ്, കാർത്ത് അവൻ്റെ കൈ കിട്ടിയ ഗൈസ്, അല്ലെങ്കിൽ നമുക്ക് അടിച്ചെടുക്കാമായിരുന്നു. കറക്റ്റ് സ്ലൈഡ് ചെയ്യാൻ പറ്റില്ല, അത് വേറൊരു വിഷയം ഗൈസ്. നമുക്ക് പ്ലസ് ടൈം അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, വേറെ ഒന്നുമല്ല, +8 ആണ്. യെസ്, കമോൺ എംബാപ്പേ, മെൻഡി. വാട്ട് എ ക്യാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. കിടന്നൊക്കെ കൊടുക്കുന്നു ഗൈസ്. എന്തിനാണ് പ്ലാനെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. യെസ് ക്രിസ്ത്യാനോ, കമോൺ, പാത്തി. ഓക്കെ ഗൈസ്. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും കളിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ പിന്നെയും കളിയിൽ തുടങ്ങിയിരിക്കുന്നു. നമ്മളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എംബാപ്പേ. അപ്പോൾ ഗൈസ്, പലവരും എംബാപ്പെ കളിയാക്കാറുണ്ട് കിളിയൻ എന്ന് പറഞ്ഞു. പക്ഷെ കിളിയൻ അല്ല ഗൈസ്, കൈലിയൻ എംബാപ്പെ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾ കിക്ക്. അപ്പോൾ നമുക്ക് തട്ടിയെടുക്കാം പാസിട്ട്. കൈലിയൻ എംബാപ്പെ ഗൈസ്, നോക്കിയോ, ഇതാണ് എൻ്റെ ആ ട്രിക്ക്. അത് ഞാൻ തട്ടിയെടുക്കും. യെസ് ഗൈസ്, ഫസ്റ്റ് ഗോൾ കഴിഞ്ഞ പ്രാവശ്യം അടിച്ച ബാർവൈഡാണ്. പക്ഷെ ഇപ്പോഴത്തെ തേർഡ് ഗോൾ അടിക്കാൻ പോകുന്നതും ബാർവൈഡ് അല്ല. യെസ്, ചമ്മേണ്ടി വന്നെന്നാണ് തോന്നുന്നത്. കാരണം അവന്മാർ കയ്യിൽ പോയ ആ ഗോൾ കീപ്പറിൻ്റെ കൈ കിട്ടിയാകണ്ട വൈസ്. ടാക്കിൾ ചെയ്യുന്നതിന് തറയിൽ വീഴുന്നതിന് പരിധിയില്ല, നമുക്ക് തള്ളിയിടാം ഗൈസ്. അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. എല്ലാ കാർഡ് കിട്ടണേ, അടുത്ത കളി കളിക്കുമല്ലോ. കണ്ടോ, അവൻ കാണിക്കുന്നുണ്ടോ, ഗോ മാൻ ഗെറ്റ് ലോസ്റ്റ്, അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ 2 അടിച്ചില്ലേ, നമുക്ക് പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. പക്ഷെ അവരൊക്കെ നല്ല വിഷയമുണ്ട്. എണീറ്റ് വരാൻ തന്നെ ടൈം എടുക്കും കുറേ. ഓക്കെ, അവന്മാർ ഗോൾ അടിക്കാൻ പോകുന്നെന്നാണ് തോന്നണത്. എംബാപ്പെ ഫോർവേഡിൽ നിന്ന് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോർവേഡിലല്ലായിരുന്നു, ഫോർവേഡ് പൊസിഷനിൽ തന്നെയായിരുന്നു. നോ, ദേ ഡോണ്ട് ഹാവ് എ ചാൻസ്. ഐ വിൽ നോട്ട് ഗീവ് ദാറ്റ് ചാൻസ്. യെസ് ഗൈസ്, അവന്മാർക്ക് ഒരു കോർണർ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഡയറക്റ്റ് പാസ്, ഷൂട്ട്. യെസ്, നെക്സ്റ്റ് ഗോൾ കിക്കാണ് നമ്മളത്. നമ്മൾ ഷൂട്ട് അടിച്ച് കളഞ്ഞാൽ മതി. ഓക്കെ, നമുക്കിത് അവിടെ കൊടുക്കണം. കറക്റ്റ് എംബാപ്പയ്ക്ക്. ഉണ്ടോ, നമ്മൾ ഹെഡ് കൊടുക്കുമ്പോഴത്തേക്കുള്ള വിഷയം ഇതാണ്, അടുത്താക്ക് കിട്ടിക്കോളും. യെസ്, വാട്ട് എ ഗോൾ, ലുക്ക് അറ്റ് ദ ചാൻസ്. ഗോൾ കീപ്പർ അവൻ നമ്മൾ ഒരു ശ്രദ്ധ മാറ്റി, അവൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ഗോളങ്ങ് പൊട്ടിച്ച് ഗൈസ്. ഗൈസ്, ഇത് ഗെയിമിങ് ഇഷ്ടമുള്ള ഗെയിം സജസ്റ്റ് ചെയ്യുക ഗൈസ്. ഫോണിലാണ് കളിക്കുന്നത്, അപ്പോഴത്തേക്ക് ഗെയിം പറ്റുന്നതൊക്കെ ഞാൻ ഇതിൽ കളിക്കാം ഗൈസ്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഫോണിൽ കളിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഗെയിം ഉണ്ടെങ്കിൽ സജസ്റ്റ് യുവർ ഗെയിം. യെസ് ഗൈസ്, ഫൈനലി
നമ്മുടെ ബെലിംഗം കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഗൈസ് റിയൽ രൂപമില്ല, ഇത് ആനിമേറ്റഡ് എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നല്ല ഗ്രാഫിക്സ് ഉണ്ട്. ഈ ഗെയിം ഇങ്ങനെ കളിക്കാൻ നമ്മുടെ ഇത് എന്തെന്ന് FC മൊബൈലിനേക്കാളും അത്യാവശ്യം ഗ്രാഫിക്സ്. FC മൊബൈലിൽ റിയൽ ആൾക്കാരെ മുഖമാണ്, പക്ഷേ ഇത് അങ്ങനെയില്ല. എങ്കിലും സിനിമയെ പറയണ പോലെ ആവാസാണ് ഗൈസ്. എങ്കിലും നല്ല ഗ്രാഫിക്സ് ഉണ്ടെന്നേ ഞാൻ പറയും. ഇപ്പം ആ ഗോൾ കീപ്പറിന് നമ്മൾ കവർ ചെയ്യാൻ ആൾക്കാരില്ല ഗൈസ്. ഗൈസ് നമുക്ക് പ്ലസ് ടൈം കിട്ടിയിട്ടുണ്ട്. പ്ലസ് ടൈം ഞാൻ സിഡിൽ ചെയ്ത് കളഞ്ഞു തന്നെ ഗൈസ്. നമ്മൾ അടിച്ചം കളഞ്ഞാൽ മതി ഗൈസ്. കോർണർ ഗോൾ കീപ്പർ ഗൈസ്. കോർണർ ഇട്ട് നമുക്ക് അടിക്കായിരുന്നു, എന്തായാലും തട്ടിയെടുക്കുക. +8 ആണ് ടൈം കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ വോട്ടെ, ഇനി നമുക്ക് ചാൻസ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്മാർ ഗോൾ അടിക്കുക. യെസ്, എഗെയിൻ കോട്ടിയോസ് എന്നാണ് ഗൈസ് നമുക്ക് ഇത് എന്തോന്ന് യെല്ലോ കാർഡ് ഇട്ടേക്കുന്നത്. ഗൈസ് ടൈം തെറിക്കുന്നു, നമ്മൾ ജയിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ ഗോൾ അടിച്ചത് എംബാപ്പെ, ക്രിസ്ത്യാനോ റൊണാൾഡോ, എംബാപ്പെ, ബെലിംഗം. കൂടുതൽ ഗോൾ അടിക്കുന്നത് സത്യം പറഞ്ഞാൽ എംബാപ്പയാണ്. കാരണം എംബാപ്പെ ഗോളിൻ്റെ ഫോർവേഡാണ്, എപ്പോൾ വേണോ ഗോൾ തട്ടിയാൽ കയറും. ഗോൾ മൂവ്മെൻറ്റ്സ് നോക്കാം ഗൈസ്. ഗോൾ മൂവ്മെൻറ്റ്സ് എംബാപ്പെ 18 അടിച്ചു, ക്രിസ്ത്യാനോ റൊണാൾഡോ എല്ലാം ഞാൻ കാണിച്ചു തരാം ഗൈസ്. പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എംബാപ്പയുടെ ഗോൾ, ഇങ്ങനെയാണ് കയറിയത് ഗൈസ്. ഓക്കെ, ഇനി അടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോടെ അത് കാണിച്ചു തരാം ഗൈസ്. അവൻ ഒറ്റയ്ക്കാണ് പാസ് ചെയ്ത് കയറിയത്. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സെൽഫ് എന്ന് പറയാൻ പറ്റില്ല, പാസ് കൊടുത്താൽ പിന്നെ ആരും അടിക്കില്ല, അതുകൊണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യം. എംബാപ്പയുടെ 74ാം സെക്കൻഡിലുള്ള കയറിയ ഗോളാണ് ഗൈസ് കാണേണ്ട. അതൊരു കിടുക്കാച്ചി ഗോളായിരുന്നു ഗൈസ്. അവിടെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാം. ലാസ്റ്റ് ബെല്ലിംഗം ഫോർവേഡ് കയറി, അവൻ നോക്കി സ്ലൈഡ് ചെയ്തിട്ട് പോലും അടിച്ച്. ഓക്കെ, ഇത്ര ഗോളാണ് ഗൈസ് നമ്മൾ അടിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിതിൽ കൂടുതൽ പോയിൻ്റ് ഉള്ളത് ക്രിസ്ത്യാനോയ്ക്കാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അതായത് യൂറോപ്യൻ ചാമ്പ്യൻ കപ്പ് FC 25 ഇന്നത്തെ എപ്പിസോഡ് 1 ആയിട്ടേ ഉള്ളൂ. അത് എപ്പിസോഡ് 1 തന്നെ ഞാൻ ഒരു ഗെയിം ഷൂട്ട് ചെയ്യാനാണ് വിചാരിച്ചത്, പക്ഷേ ടൈം ഉള്ളതുകൊണ്ട് ഞാൻ 2 ഗെയിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ലീഗ് ഫേസ് റൗണ്ട് 2ഉം 3ഉം, 4, 5 ഒരു വീഡിയോ, 6, 7 ഒരു വീഡിയോ, 8ഉം സെമി ഫൈനൽ ഒരു വീഡിയോ, ഫൈനൽ ഒരു വീഡിയോ. അങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ എപ്പിസോഡ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. I'm signing out. Go George. Amis.